വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷെ അത് കേൾക്കുന്നവർക്ക് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ എപ്പോഴും കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ആരുടെയും പിന്നാലെ പോകാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ ജസ്റ്റിഫൈ ചെയ്യാറില്ല ആരെയും. അതുപോലെ തന്നെ അത് ക്ലിയർ ചെയ്യാനും പോകാറില്ല. അതിൻ്റെ വരണ സമയത്ത് ആ വീല് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആ സമയത്ത് വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. അല്ലാതെ എനിക്ക് അനുഭവങ്ങളുണ്ട്, പലപ്പോഴും എന്നെ വർക്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വോയിസ് ഓക്കെ ആണ്, ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് വർക്കുകൾ പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരു പരാതി പറയാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവർ വരെ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈഗോ പ്രശ്നങ്ങളായിരിക്കാം. നമ്മളൊരു പുതിയ ഒരാളാണ് എന്നുള്ള രീതിയിൽ നമ്മളെ അത് ഉയർത്തി വിടാതിരിക്കാൻ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഒരിക്കലും 1-2 പേരെന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇന്നലെ വന്ന ആളുകൾ, ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ളത്, അത്രയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയെന്ന്. അത്രയ്ക്ക് അങ്ങ് കയറി വരണ്ട, അവിടെ ഇരുന്നോളെ. അപ്പോൾ നമുക്ക് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മളെ എപ്പോഴും ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് പറയാൻ ചിലപ്പോൾ അവർ മടിക്കും. ഇങ്ങനെ ആൾ വിളിക്കണ്ട. ഈ അടുത്ത് പോലും ഒരു വർക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവർ വിളിക്കുന്നതിന് അവർ വിളിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയും വർക്കുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ചില സമയത്ത് വോയിസ് ഓക്കെ ഇത് തന്നെ വേണമെന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മളെ തന്നെ വിളിച്ചിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും നെഗറ്റീവ്സ് പറയാനല്ലല്ലോ നമുക്ക് താല്പര്യമില്ല. നെഗറ്റീവ്സ് പറയാൻ ഒരിക്കലും താല്പര്യം. നമ്മളെപ്പോഴും പോസിറ്റീവ് സംസാരിക്കാനും പോസിറ്റീവ് വൈബിലൂടെ പോസിറ്റീവ് കണ്ണിലൂടെ കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്സ് മാത്രം പറഞ്ഞാൽ മതി. അതിന് കർമ്മ എന്ന് പറയുന്ന അതിൻ്റെ റിസൾട്ട് പിന്നെ വരും.